CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന്. ഞാൻ ഇനിയും വരും കണ്ണൂരിൽ. അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എൻ്റെ നെഞ്ചത്ത്. ജനിച്ചാൽ എന്നായാലും മരിക്കണം. അത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. KK രാഗേഷ് പുഷ്പചക്രമായിട്ട് വരട്ടെ. ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ വർത്താനാണോ പുഷ്പചക്രം വെക്കുമെന്ന് പറയുന്നത്? നമസ്കാരം. കണ്ണൂരിൽ ഗാന്ധി പ്രതിമ തകർത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് DYFI പോര് മറ്റൊരു ദിശയിലേക്ക് വഴിമാറുന്നു. ഇന്നലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് തന്നെ പറഞ്ഞിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിൽ പുഷ്പചക്രം വയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ കാര്യങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ തീർത്ത് കളയും എന്ന രീതിയിൽ തന്നെയാണ് KK രാഗേഷ് പറഞ്ഞിരിക്കുന്നത്. KK രാഗേഷിന്റെ ഈ പ്രസ്താവനയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. പക്വതയില്ലാത്തൊരു രാഷ്ട്രീയ നേതാവിന്റെ സമീപനമാണ് ഈ കാണുന്നത്. ഏതെങ്കിലും പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരത്തിൽ സംസാരിക്കുമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. ഇനി അഥവാ എന്നെ കൊന്നിട്ട് എന്റെ നെഞ്ചിൽ റീത്ത് വയ്ക്കും എന്നാണ് അവരുദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായും ജനിച്ചാൽ എന്നെങ്കിലും മനുഷ്യന് മരിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മരിക്കുന്നത് എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ അഭിമാനമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. എന്നാൽ എങ്ങനെയാണ് ഇത്രത്തോളം പക്വതയില്ലാതെ CPMന്റെ നേതാക്കന്മാർക്ക് പെരുമാറാൻ സാധിക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. ധീരജ് എന്ന് പറഞ്ഞ CPM പ്രവർത്തകനെ കൊന്നതിൽ കോൺഗ്രസിന് പങ്കില്ല എന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതായത് യൂത്ത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയനാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്നത്. പോലീസ് മന്ത്രിയും പിണറായി വിജയൻ തന്നെയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ്. വിജിലൻസ് പിണറായി വിജയനാണ്. ക്രൈംബ്രാഞ്ച് പിണറായി വിജയനാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ധീരജിനെ കൊന്ന് എന്ന് പറയുന്ന ഈ കത്തികളൊന്നും കണ്ടെടുക്കാൻ ഈ പോലീസിനും ആഭ്യന്തര വകുപ്പിനും സാധിക്കാതിരുന്നത് എന്ന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. എന്തായാലും തനിക്ക് മരിക്കാൻ ഭയമില്ല, അത് തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും താൻ കണ്ണൂരിലേക്ക് ഇനിയും വരുന്നുണ്ട്. രാഗേഷിനെ അറിയിച്ചുകൊണ്ട് തന്നെ വരാം. ധൈര്യമുണ്ടെങ്കിൽ, രാഗേഷിന് അതിനുള്ള ആംബിയർ ഉണ്ടെങ്കിൽ എന്റെ നെഞ്ചിൽ കൊണ്ടുവന്ന് പുഷ്പചക്രം വയ്ക്കട്ടെ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത്. മറ്റൊരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നു പറയുകയുണ്ടായി. യുവജനക്ഷേമ കമ്മീഷന്റെ ഒരു മെമ്പർ, DYFIയുടെ ഒരു മെമ്പർ പറയുന്നത് കേട്ടു, പുഷ്പചക്രം എന്നത് സംസ്കൃതീകരിച്ച പദമാണ്, അതിന് ഒരു കാരണവശാലും റീത്ത് എന്ന അർത്ഥം കാണേണ്ടതില്ല. പുഷ്പചക്രം വയ്ക്കും എന്ന് പറഞ്ഞത് ബഹുമതിയോടുകൂടി ആളുകൾക്ക് നമ്മൾ ബൊക്കയോ പുഷ്പമെല്ലാം നൽകുന്നത് പോലെ ഒരു പദപ്രയോഗം മാത്രമാണ് KK രാഗേഷ് നടത്തിയത്. സംസ്കൃതീകരിച്ച പദമാണ് പുഷ്പചക്രം. റീത്ത് ആണ് മരണശേഷം വയ്ക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നെഞ്ചിൽ റീത്ത് വയ്ക്കും എന്നല്ല രാഗേഷ് ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെയും വിമർശിച്ച് പൊളിച്ചെടുക്കുന്നത് കാണാമായിരുന്നു. ഇത്രത്തോളം മാന്യതയില്ലാത്ത, പക്വതയില്ലാത്ത, സംസ്കാരമില്ലാത്ത നേതാക്കൾ എങ്ങനെയാണ് പിന്നെ പൊതുജന പ്രവർത്തനവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുക? ഇവരുടെ ഈ സംസ്കാരം പൊതുജനങ്ങൾക്കിടയിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കില്ലേ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന്. ഞാൻ ഇനിയും വരും കണ്ണൂരിൽ. അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എൻ്റെ നെഞ്ചത്ത്. ജനിച്ചാൽ എന്നായാലും മരിക്കണം. അത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. KK രാഗേഷ് പുഷ്പചക്രമായിട്ട് വരട്ടെ. ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ വർത്താനാണോ പുഷ്പചക്രം വെക്കുമെന്ന് പറയുന്നത്? എന്നിട്ട് യുവജനക്ഷേമ ബോർഡിൻ്റെ സെക്രട്ടറി കൂടിയായ, യുവജനക്ഷേമ ബോർഡിൻ്റെ കോർഡിനേറ്റർ കൂടിയായ DYFIയുടെ ജില്ലാ സെക്രട്ടറി, അയാളുടെ പോസ്റ്റ് എന്താ? പുഷ്പചക്രം സംസ്കരീകരിച്ച പദമാണ്, റീത്താണ് യഥാർത്ഥ വാക്ക്. റീത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അസംബ്ലി പ്രസിഡന്റ് പടം വെച്ചിരിക്കുക. അയാളാണോ യുവജനക്ഷേമം നടത്തുന്നത്?